എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, പിന്നെ നമ്മുടെ മഞ്ജു പിള്ള അവരുടെ മകളായിട്ടുള്ള ദയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ. ആളുടെ പ്രൊഫൈൽ ഇട്ടിട്ടുള്ള കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ഇട്ടതിനെ കുറിച്ച് ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ആള് പറയാണ്, പിന്നെ അതിനൊക്കെ ഈ ഇതുപോലെയുള്ള ബോൾഡ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അവരെ ഒന്ന് കയറി പിടിക്കണം, എന്നെ ഒന്ന് പിടിക്കൂ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്താഗതിയുമായിട്ടാണ് അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് അങ്ങനെ എന്താ തോന്നുന്നറിയോ? നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ ചിലപ്പം പുറത്തിറങ്ങുന്നതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒന്ന് പിടിക്കണം, എന്നെ ആരെങ്കിലും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, തലോടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും, നിങ്ങളുടെ ഫാദറോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവാം, എനിക്ക് അവൾ ആ പെൺകുട്ടി ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് കാണുമ്പം എനിക്ക് പീഡിപ്പിക്കാൻ തോന്നുന്നു, എനിക്കങ്ങ് റേപ്പ് ചെയ്യാൻ തോന്നുന്നു, കയറി പിടിക്കാൻ തോന്നുന്നു എന്നൊക്കെ നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ മകനെയോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത്, സ്ത്രീകളുടെ ധാരണമാണ് എന്തിന് കാരണം, ഈ പറഞ്ഞ പോലെ റേപ്പിന് കാരണം എന്നുള്ളത്. പക്ഷേ ഷെഫീന ബീവി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാരെ പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ പോലെയോ നിങ്ങളുടെ അച്ഛനെ പോലെയോ അല്ലാത്ത ആൾക്കാരുണ്ട്. ഈ 3 വയസ്സുള്ള 3 മാസം പ്രായമുള്ള 90 വയസ്സുള്ള ആൾക്കാരൊക്കെ പീഡിപ്പിക്കുന്നത് അവരിടുന്ന ഡ്രസ്സ് കൊണ്ടാണോ? ഒരാള് ബോൾഡായിട്ട് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് കാമം മൂത്ത് നിങ്ങളെപ്പോലെ ഇരിക്കുന്നതാണെന്നല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാർ തള്ളക്ക് എഗെയിൻസ്റ്റ് വന്നപ്പോ ഒരു ന്യായീകരണമായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തള്ളക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അധികാരം ആ കുട്ടിക്കും ഉണ്ട്. ആ കുട്ടിയും ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഒരു ഇന്ത്യൻ പൗരയാണ് ആ കുട്ടി. അവൾക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ തള്ള എനിക്ക് തോന്നുന്നു ഇവരുടെ അമ്മേനെ, നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ആണ്. പിന്നെ ഒരമ്മയുടെ ദൗത്യം എന്താണ്? ഒരു അമ്മയുടെ ദൗത്യം ഈ അക്കോർഡിംഗ് ടു യു ഷെഫീന ബീവി എന്താണ് ഒരു അമ്മയുടെ ദൗത്യം? മക്കളെ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വിടാതെ അവരെ പിടിച്ചു വെച്ചിട്ട് സമൂഹത്തിലുള്ള കഴുകൻ കണ്ണുകളെ ഒക്കെ പേടിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന അമ്മയുടെ ദൗത്യം? അല്ല. അവരവരുടെ ശരീരത്തിന് ഇണങ്ങി എന്ന് തോന്നുന്ന, എനിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ഡ്രസ്സ്, ഇപ്പൊ ഞാനൊരു അമ്മയാണ്, ഞാൻ എൻ്റെ മകളോട് പറയുന്നു നിനക്ക് കംഫർട്ടബിൾ ആണോ? ഇനി ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നു, അത് അവരുടെ കുഴപ്പം, അല്ലാണ്ട് നമ്മളെ കുഴപ്പമല്ല. തെറ്റിനെ തെറ്റ്. ഞാനൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കലല്ലാതെ നാട്ടുകാരെ മൊത്തം അനുസരിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറ്റകളുടെ വർത്താനം കേട്ട് സൈഡാവാനോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഈ പറയുന്ന മഞ്ജു പിള്ള എന്ന് പറയുന്നത്. മഞ്ജു ചേച്ചി ഇതൊന്നും കണ്ട് ദയനോടും കൂടിയിട്ടാണ്. വൈകെ പോകുന്ന പേപ്പട്ടികൾ കുരയ്ക്കും, മനസ്സിലായില്ലേ? അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതമില്ല. ദയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ആൾക്ക് നല്ലൊരു ലൈഫില്ല. അതുകൊണ്ടാണ് അതിന്റെ കൃമികടയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഗോ ഗേൾ, ഫോട്ടോസും ഒക്കെ അടിപൊളിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളതും എങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതും ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും കമന്റ്സിലും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഷെഫീന ബീവിക്കെതിരെ കേസ് കൊടുക്കണം. അതിനൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇവർക്കൊന്നും വേണ്ടിയിട്ട് നിങ്ങളെ സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ നടക്കണം. നോ, ഈ നാട്ടുകാർ മൊത്തം ഷെഫീന ബീവിനെ ഊക്കി ഊക്കലിന്റെ അങ്ങ് പീക്ക് ലെവല് വരെ കിട്ടിക്കഴിഞ്ഞു ഈ ഒരു 4 ദിവസം കൊണ്ട്. മതി, അത് മതി. കേസിന് പോയി ഞാൻ നിങ്ങളെ സമയം പോകുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഷെഫീന ബീവിന്റെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളോട് യോജിപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇതിനോട് നിങ്ങൾ ഇനി തലകുത്തി മറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മകനാണുള്ളത് തോന്നുന്നു, അല്ലേ? നിങ്ങൾക്കൊരു മോനാണുള്ളതെന്ന് തോന്നുന്നു. അതിന്റെ പ്രശ്നമാണോ? പെൺമക്കൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ നിങ്ങൾക്ക്?
സീരിയസ്ലി ഷഫീന ബീവി, സീരിയസ്ലി കുറച്ചൊക്കെ കോമൺ സെൻസ് ഒക്കെ ആവാം കേട്ടോ. ഒരാൾ ഡ്രസ്സ് ചെയ്യുന്നത് ബാക്കിയുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്നോ? ആരാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്? അത് നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഡ്രസ്സ് ചെയ്യാറുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും അങ്ങനെയാണ്. നമുക്ക് കണ്ണാടി നോക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നണം, വാ ഐ ലുക്ക് വെരി ഗുഡ്, അത്രേ ഉള്ളൂ. ഈ സ്ലട്ട് ഷേമിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ? ഷഫീന ബീവിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പൊള്ളി, ന്യായീകരണമായിട്ട് തൂറി മെഴുകി വന്നു, എന്നിട്ടും എന്ത് ചെയ്തു? ആൾക്കാരിട്ടൂക്കി. യു ഡിസേർവ് ഇറ്റ്. ഷഫീന ബീവിനോടാണ്. നിങ്ങൾക്ക് ഈ കിട്ടിയ ഊക്കുകളും ഈ കിട്ടിയ പല ആൾക്കാരും നിങ്ങളെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. യു ഡിസേർവ് ഇറ്റ്. ആൻഡ് സീരിയസ്ലി നിങ്ങളും ഒരു സ്ത്രീയല്ലേ? നിങ്ങൾ പല ഇതിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ആയ കാലത്ത് നിങ്ങളാണ് പിന്നെ ആദ്യമായി സൈക്കിൾ ഓടിച്ചത്, കാർ ഓടിച്ചത്, JCB ഓടിച്ചത്, വിമാനം ഓടിച്ചത് എന്നൊക്കെ ഉള്ളത്. ഇപ്പം എനിക്കത് കള്ളത്തരമാണോന്ന് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതായിരുന്നു. അതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. നിങ്ങളെക്കാളും നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആള് ഈ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. ഷെയ്മ് ഓൺ യു ബ്രോ.